ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPC 2019 ടയർ 1 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത് ജനറൽ സ്റ്റഡീസിൻ്റെ അനാലിസിസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നടന്നിട്ടുള്ളത് 28/12/2020 ഈവനിങ് ഷിഫ്റ്റിലെ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. പിന്നെ നമ്മുടെ ജനറൽ സ്റ്റഡീസിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട് അല്ലാത്തത്? നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എന്താണ് വരുന്നത്? ബ്ലഡ് ആണ്. ഓപ്ഷൻ 2 ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഓപ്ഷൻ 3 ഹാർട്ട് ആൻഡ് ഓപ്ഷൻ 4 ആർട്ടറീസ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? സർക്കുലേറ്ററി സിസ്റ്റത്തിൽ പാർട്ടല്ലാത്തത് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏതല്ലായിരിക്കും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ട്? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഹാർട്ടാണെങ്കിലോ അതും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ആർട്ടറീസ് ആണെങ്കിലോ അതും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഏത് മാത്രമായിരിക്കും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലാത്തത്? അത് ലാർജ് ഇൻറ്റസ്റ്റൈൻ മാത്രമായിരിക്കും അല്ലേ? ലാർജ് ഇൻറ്റസ്റ്റൈൻ മാത്രമായിരിക്കും സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടല്ലാത്ത. ലാർജ് ഇൻറ്റസ്റ്റൈൻ എവിടെയാണ് വരുന്നത്? നമ്മുടെ സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞ് വരുന്നതാണ് എന്ത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇത് മാത്രം എന്തിൻ്റെ പാർട്ടാവില്ല? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാവില്ല. ബാക്കി പാർട്ടാവുന്നത് ഏതൊക്കെയാണ്? ബ്ലഡ്, ഹാർട്ട്, ആർട്ടറീസ്, ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ദ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ് ഈസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് ഡാഷ്. ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ് ആരുടെ ഇനീഷ്യേറ്റീവാണ്? അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നവയിൽ ആരുടെ ഇനീഷ്യേറ്റീവാണ് ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ യൂറോപ്യൻ യൂണിയൻ, ഓപ്ഷൻ ബി കോണ്ടിനെൻ്റൽ യൂണിയൻ, ഓപ്ഷൻ സി വേൾഡ് യൂണിയൻ ആൻഡ് ഓപ്ഷൻ ഡി ഗ്രീക്ക് യൂണിയൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ ഇനീഷ്യേറ്റീവ് ആയിരിക്കും ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ്? യൂറോപ്യൻ യൂണിയൻ്റെ ഇനീഷ്യേറ്റീവ് ആണെന്ത്? ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ്. അതായത് യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസും രണ്ടുപേരും കൂടെയുള്ള ഒരു അലയൻസ് ആണ് ഏത്? ഈ ഗ്ലോബൽ ക്ലൈമാറ്റിക് ചേഞ്ച് അലയൻസ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എൻ ഇസ് ദ കറൻസി ഓഫ് ഡാഷ്. എൻ എവിടത്തെ കറൻസിയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ എൻ ഏത് രാജ്യത്തെ കറൻസിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 ഇസ് ജപ്പാൻ, ഓപ്ഷൻ 2 ബാലി, ഓപ്ഷൻ 3 വരുന്നത് സൗത്ത് കൊറിയ ആൻഡ് ഓപ്ഷൻ 4 ഇസ് മാൽദീവ്സ്. അപ്പോൾ എൻ എവിടുത്തെ കറൻസി ആയിരിക്കും? എൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജപ്പാനിലെ കറൻസി ആയിരിക്കും. എൻ എവിടുത്തെ കറൻസിയാണ്? ഓപ്ഷൻ എ ജപ്പാനിലെ കറൻസിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഹൂ ഗേവ് ദ ഐഡിയ ഓഫ് എ കോൺസ്റ്റന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം? അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കോൺസ്റ്റന്റ് അസംബ്ലി വേണം എന്ന് അഭിപ്രായപ്പെട്ട ആൾ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം, നമ്മൾ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത് എപ്പോഴാണ്? 1929 ലാഹോർ സെഷനിലാണ് അല്ലേ? നമ്മളെപ്പോഴാണ് നമുക്ക് പൂർണ്ണമായി ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞത്? 1929 ലാഹോർ സെഷനിലാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് പൂർണ്ണ സ്വരാജ് എന്നുള്ള ആശയം ആദ്യമായിട്ട് വരുന്നത് അല്ലേ? പൂർണ്ണ സ്വരാജ് അല്ലേ? നമ്മൾ പൂർണ്ണ സ്വരാജ് വേണമെന്ന് പറയുന്നത് ലാഹോറിൽ 1929 സെഷനിലാണ് പറയുന്നത്. ആരായിരുന്നു പ്രസിഡന്റ്? നെഹ്റു ആയിരുന്നു അല്ലേ? നെഹ്റു ആയിരുന്നു പ്രസിഡന്റ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആ സമയത്താണ് പൂർണ്ണ സ്വരാജ് വേണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വന്നത്? നമുക്കൊരു കോൺസ്റ്റന്റ് അസംബ്ലി വേണം അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഒരു ഐഡിയ ഓഫ് കോൺസ്റ്റന്റ് അസംബ്ലി ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ ആരാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈസ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി MN റോയ്, ഓപ്ഷൻ സി BN റാവു ആൻഡ് ഓപ്ഷൻ ഡി BR അംബേദ്കർ. അപ്പോൾ ഇതിൽ ആരായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ആദ്യമായിട്ട് ഐഡിയ കൊണ്ടുവന്നത് ഓപ്ഷൻ ബി MN റോയ് ആണ്. MN റോയ് ആണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് കോൺസ്റ്റന്റ് അസംബ്ലിയുടെ ഐഡിയ കൊണ്ടുവന്നത്. എപ്പോഴാണ് കൊണ്ടുവന്നത്? 1934 ആര് കൊണ്ടുവന്നത്? MN റോയ് കോൺസ്റ്റന്റ് അസംബ്ലിയുടെ ഐഡിയ കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് 1935 തൊട്ടിട്ട് ആരും പറഞ്ഞു തുടങ്ങി ഈ കോൺസ്റ്റന്റ് അസംബ്ലിയെക്കുറിച്ച്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് അസംബ്ലി വേണം എന്നുള്ള കാര്യങ്ങൾ? INCയും സപ്പോർട്ട് ചെയ്തു തുടങ്ങി, അല്ലെങ്കിൽ INCയും എന്ത് ചെയ്തു? പറഞ്ഞു തുടങ്ങിയത് 1935 തൊട്ടാണ്. ആദ്യമായി പറയുന്നത് എപ്പോഴാണ്? 1934 MN റോയ് ആണ് ആദ്യമായി കോൺസ്റ്റന്റ് അസംബ്ലിയെക്കുറിച്ചുള്ള ഒരു ഐഡിയ കൊടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: The region of planet Earth where life exists is known as dash. അതായത് എർത്ത് എന്ന് പറയുന്ന പ്ലാനറ്റ്, നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ് എർത്ത്, അതിലെ ജീവൻ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ആ ഒരു
റീജിയനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു റീജിയനെ നമ്മൾ പറയുന്ന പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഈസ് ബയോസ്ഫിയർ, ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ സി ക്രയോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ഹെമിസ്ഫിയർ. അപ്പോൾ അതിൽ എവിടെയായിരിക്കും ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക? ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തെ നമ്മൾ അല്ലെങ്കിൽ ആ റീജിയനെ പറയുന്ന പേരാണ് ഓപ്ഷൻ എ ബയോസ്ഫിയർ. അപ്പോൾ ബയോസ്ഫിയറിലാണ് എന്തുള്ളത്? ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് അവാർഡ്സ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഓൺലി മ്യൂസിക്? അതായത് മ്യൂസിക്കുമായി മാത്രം അസോസിയേറ്റ് ചെയ്യുന്നത് അവാർഡ് ഏതാണ്? ഈ തന്നിരിക്കുന്നവയിൽ മ്യൂസിക് മാത്രം റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂസിക് മാത്രം അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മ്യൂസിക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവാർഡ് ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഗ്രാമി അവാർഡ്സ്, ഓപ്ഷൻ ബി ഓസ്കാർ, ഓപ്ഷൻ സി ടാഗോർ ആൻഡ് ഓപ്ഷൻ ഡി കെയ്ൻസ്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും മ്യൂസിക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവാർഡ്സ്? മ്യൂസിക് മാത്രം അസോസിയേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ എ ഗ്രാമിയാണ്. അപ്പോൾ ഗ്രാമി അവാർഡ്സ് ആണ് എന്ത് മാത്രം അസോസിയേറ്റ് ചെയ്യുന്നത്? മ്യൂസിക് മാത്രം അസോസിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ടു കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ വാസ് മെയ്ഡ് ബൈ ഡാഷ്. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് ആരുടെയായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ഈ തന്നിരിക്കുന്നവയിൽ ആരുടെയായിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ വി കെ ആർ വി റാവു, ഓപ്ഷൻ ബി എസ് ഡി ടെണ്ടുൽക്കർ, ഓപ്ഷൻ സി പി സി മഹലനോബിസ് ആൻഡ് ഓപ്ഷൻ ഡി ദാദാബായ് നവറോജി. അപ്പോൾ ഇതിൽ ആരാണ് നാഷണൽ ഇൻകം ആദ്യമായി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് വന്നിട്ടുള്ളത് ദാദാബായ് നവറോജിയിൽ നിന്നാണ്. ശ്രദ്ധിക്കുക, ദാദാബായ് നവറോജിയിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് അല്ലെങ്കിൽ ആദ്യമായി അറ്റംപ്റ്റ് ചെയ്ത ആളാണ് ആര്? ദാദാബായ് നവറോജി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അക്കോർഡിംഗ് ടു വിച്ച് ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ. അതായത് ഏതാണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് അല്ലേ? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. എന്തിനോടാണ് പ്രപ്പോർഷണൽ? വോളിയം ഓഫ് ദ ഗ്യാസ് അല്ലേ? അപ്പോൾ വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ അല്ലേ? വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്തിനോടാണ്? പ്രഷർ. അപ്പോൾ വി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറയുന്ന ലോ ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഗ്രഹാംസ് ലോ, ഓപ്ഷൻ ബി ചാൾസ് ലോ, ഓപ്ഷൻ സി ബോയിൽസ് ലോ ആൻഡ് ഓപ്ഷൻ ഡി ഗേ-ലുസാക്സ് ലോ. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ലോ ആരുടെയാണ്? ഓപ്ഷൻ സി ബോയിൽസ് ലോ ആണ്. വോളിയം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറയുന്ന ലോ ഏതാണ്? ബോയിൽസ് ലോ ആണ്. ഇതിലെന്താണ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ്. അടുത്തത് വേർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ ലൊക്കേറ്റഡ്? യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ന്യൂജേഴ്സി, ഓപ്ഷൻ ബി ചിക്കാഗോ, ഓപ്ഷൻ സി ന്യൂയോർക്ക് ആൻഡ് ഓപ്ഷൻ ഡി ബോസ്റ്റൺ. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഓപ്ഷൻ സി ന്യൂയോർക്കിലാണ്. എവിടെയാണ് വരുന്നത്? ന്യൂയോർക്കിലാണ്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1945 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എവിടെയാണ് വരുന്നത്? ന്യൂയോർക്കിലാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം. യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. എവിടെയായിരുന്നു ലൊക്കേഷൻ? ന്യൂയോർക്കിലാണ് ലൊക്കേഷൻ. എപ്പോഴായിരുന്നു ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് ജൻ ശിക്ഷം സൻസ്ഥാൻ ഓപ്പറേറ്റ്സ് അണ്ടർ ദ ഏജസ് ഓഫ് ഡാഷ്. അതായത് ജൻ ശിക്ഷം സൻസ്ഥാൻ ഏതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്? ശ്രദ്ധിക്കുക, ഈ JSS ഏത് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, Ministry of Defense, Ministry of Skill Development and Entrepreneurship, Ministry of Human Resource Development. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ അണ്ടറിലായിരിക്കും JSS വരുന്നുണ്ടാവുക? JSS വരുന്നത് ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ്
എൻ്റർപ്രണർഷിപ്പിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? JSS വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ടാക്സോണമി? ടാക്സോണമിയുടെ ഫാദർ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ 1 എൻഗ്ലർ, ഓപ്ഷൻ ബി ഈച്ചർ, ഓപ്ഷൻ സി ബെന്തം ആൻഡ് ഹുക്കർ ആൻഡ് ഓപ്ഷൻ ഡി കാൾ ലിനേയസ്. അപ്പോൾ ഇതിൽ ആരായിരിക്കും ടാക്സോണമിയുടെ ഫാദർ? ടാക്സോണമിയുടെ ഫാദർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കാൾ ലിനേയസ് ആണ്. കാൾ ലിനേയസ് ആണ് എന്തിൻ്റെ ഫാദർ? ടാക്സോണമിയുടെ ഫാദർ. അടുത്തത്, ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫേമസ് സന്തൂർ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ്? ഈ തന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് ആരാണ് ഫേമസ് ആയിട്ടുള്ള സന്തൂർ പ്ലെയർ അല്ലെങ്കിൽ സന്തൂർ ഇൻസ്ട്രുമെൻ്റലിസ്റ്റ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ശിവകുമാർ ശർമ്മ, ഓപ്ഷൻ ബി ഉസ്താദ് ബിന്ദ ഖാൻ, ഓപ്ഷൻ സി സിജത്ത് ഹുസൈൻ, ഓപ്ഷൻ ഡി നിഖിൽ ബാനർജി. അപ്പോൾ ഈ തന്നിരിക്കുന്നവരിൽ ആരായിരിക്കും ഫേമസ് ആയിട്ടുള്ള സന്തൂർ പ്ലെയർ? ഫേമസ് ആയിട്ടുള്ള സന്തൂർ പ്ലെയർ ഓപ്ഷൻ എ ശിവകുമാർ ശർമ്മയാണ്. ഈ തന്നിരിക്കുന്നവയിൽ ശിവകുമാർ ശർമ്മയാണ് എന്ത് പ്ലെയർ? സന്തൂർ പ്ലെയർ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് എപ്പോഴും ഏകദേശം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഹാസ് എ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റുകളിൽ ഏത് സ്റ്റേറ്റിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആസാം, ഓപ്ഷൻ ബി മധ്യപ്രദേശ്, ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതിനായിരിക്കും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടാവുക? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശിനാണ്. ആന്ധ്രാപ്രദേശിനാണ് എന്തുള്ളത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫേമസ് ഗോൾ ഗുംപാസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്? ഫേമസ് ആയിട്ടുള്ള ഗോൾ ഗുംപാസ് എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ഗോൾ ഗുംപാസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി രാജസ്ഥാൻ ആൻഡ് ഓപ്ഷൻ ഡി പഞ്ചാബ്. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും ഗോൾ ഗുംപാസ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ എ കർണാടകയിലാണ്. കർണാടകയിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തത്? ഗോൾ ഗുംപാസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, ദ മാപ്പിള റെബലിയൻ ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ദ ഇയേഴ്സ് ഡാഷ്? അതായത് മാപ്പിള റെബലിയൻ നമുക്കറിയാം അല്ലേ, മാപ്പിള റെബലിയൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ നടന്നതാണ്. അത് എപ്പോൾ തൊട്ട് എപ്പോൾ വരെയായിരുന്നു, അല്ലെങ്കിൽ ഏത് ഇയേഴ്സിൻ്റെ ഇടയിലായിരുന്നു നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 1914 to 1915, ഓപ്ഷൻ ബി 1923 to 1924, ഓപ്ഷൻ സി 1921 to 1919 and ഓപ്ഷൻ ഡി 1921 to 1922. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും, ഏത് സമയത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? ഓക്കെ, ഏത് സമയത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക? നടന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി 1921 to 1922 ആണ്. എപ്പോഴാണ് നടന്നിട്ടുള്ളത്? 1921 to 1922 ആണ് എന്ത് നടന്നിരിക്കുന്നത്? മാപ്പിള റെബലിയൻ നമ്മുടെ മലബാറിൽ നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അടുത്തത്, which of the following was given the Filmfare Award for Best Film in 2020? ഈ തന്നിരിക്കുന്ന ഫിലിംസിൽ നിന്ന് ഏത് ഫിലിമിനാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് 2020 ലഭിച്ചത്? അതായത് ഫിലിംഫെയർ അവാർഡാണ്. ഏത് ഫിലിമിനാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് 2020 ലഭിച്ചത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ആർട്ടിക്കിൾ 15, ഓപ്ഷൻ ബി ഗള്ളി ബോയ്, ഓപ്ഷൻ സി ആനന്ദുൻ ആൻഡ് ഓപ്ഷൻ ഡി പത്മാൻ. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? ലഭിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ഗള്ളി ബോയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് ലഭിച്ചത്? ഫിലിംഫെയർ അവാർഡാണ് ഫോർ ബെസ്റ്റ് ഫിലിം ഇൻ 2020 ലഭിച്ചിട്ടുള്ളത് ഗള്ളി ബോയ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജാലിയൻവാല ബാഗ് മസാക്കർ ടുക്ക് പ്ലേസ് ഡ്യൂറിങ് ദ ടേം ഓഫ് ദ വൈസ്രോയ്? അതായത് ഏത് വൈസ്രോയുടെ അണ്ടറിലായിരുന്നു ജാലിയൻവാല ബാഗ് നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ വൈസ്രോയ്സ് ലോർഡ് ഇർവിൻ, ബി ലോർഡ് ക്ലെംസ്ഫോർഡ്, ഓപ്ഷൻ സി ലോർഡ് ഡാൽഹൌസി ആൻഡ് ഓപ്ഷൻ ഡി ലോർഡ് റിപ്പൺ. അപ്പോൾ ഈ തന്നിരിക്കുന്ന വൈസ്രോയ്സിൽ നിന്ന് ഏത് വൈസ്രോയുടെ സമയത്തായിരുന്നു ജാലിയൻവാല ബാഗ് നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഏത് വൈസ്രോയുടെ സമയത്തായിരിക്കും ജാലിയൻവാല ബാഗ് നടന്നിട്ടുണ്ടാവുക? ജാലിയൻവാല ബാഗ് നടന്നത് എപ്പോഴാണെന്ന് ആലോചിച്ച് നോക്കിയേ. 13th April എപ്പോഴാണ്? 1919 അല്ലേ? എവിടെ വെച്ചാണ് നടക്കുന്നത്? അമൃത്സറിൽ വെച്ചാണ് നടക്കുന്നത്.
അപ്പോൾ ഈ സമയത്ത് ആരായിരിക്കും വൈസ്രോയ്? ഈ സമയത്ത് വൈസ്രോയ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലോർഡ് ക്ലംസ്ഫോർഡ് ആണ്. ഓപ്ഷൻ ബി ലോർഡ് ക്ലംസ്ഫോർഡ് ആയിരുന്നു എപ്പോഴത്തെ വൈസ്രോയ്? ഈ ജാലിയൻ വാല ബാഗ് നടക്കുന്ന സമയത്തെ വൈസ്രോയ്. അടുത്തത്, ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് ദ ജാലിയൻ വാല ബാഗ് മസാക്കർ ടേക്ക് പ്ലേസ്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ജാലിയൻ വാല ബാഗ് എപ്പോഴാണ് നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ 13th April 1919, ഓപ്ഷൻ ബി 30th April 1919, ഓപ്ഷൻ സി 30th April 1920 ആൻഡ് ഓപ്ഷൻ ഡി 13th April 1920. അപ്പോൾ ഇതിൽ എപ്പോഴായിരിക്കും നടന്നിട്ടുണ്ടാവുക? നടന്നിട്ടുള്ളത് ഓപ്ഷൻ എ 13th April 1919 എവിടെ വെച്ചാണ് നടന്നത്? അമൃത്സറിൽ വെച്ചായിരുന്നു നടന്നത്. ആരായിരുന്നു ഈ സമയത്തെ വൈസ്രോയ്? ലോർഡ് ക്ലംസ്ഫോർഡ് ആയിരുന്നു ഈ സമയത്തെ വൈസ്രോയ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോജക്ട്സ് ഈസ് ഇൻ ഉത്തരാഖണ്ഡ്? ഈ തന്നിരിക്കുന്ന പ്രൊജക്റ്റുകളിൽ ഏതാണ് ഉത്തരാഖണ്ഡിൽ ഉള്ളത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ചമേര ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഓപ്ഷൻ ബി തെഹരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആൻഡ് ഓപ്ഷൻ സി കൊയ്ന ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, ഓപ്ഷൻ ഡി ശരാവതി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അപ്പോൾ ഇതിലെ ഏത് പ്രൊജക്റ്റ് ആയിരിക്കും ഉത്തരാഖണ്ഡിൽ ഉണ്ടാവുക? ഉത്തരാഖണ്ഡിലുള്ളത് ഓപ്ഷൻ ബി തെഹരി ഹൈഡ്രോ പവർ കോംപ്ലക്സ് ആണ് എവിടെ ഉള്ളത്? ഉത്തരാഖണ്ഡിൽ ഉള്ളത്. അപ്പോൾ ഏതാണ് റൈറ്റ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ട് വരുന്നത്. അടുത്തത്, ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. തിയറി ഓഫ് റിലേറ്റിവിറ്റി ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? ഈ തന്നിരിക്കുന്ന സയൻറ്റിസ്റ്റുകളിൽ നിന്ന് ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ന്യൂട്ടൺ, ഓപ്ഷൻ ബി കെൽവിൻ, ഓപ്ഷൻ സി WC റോങ്ടൺ, ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ആരുമായിട്ടായിരിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റി അസോസിയേറ്റ് ചെയ്യുന്നുണ്ടാവുക? തിയറി ഓഫ് റിലേറ്റിവിറ്റി അസോസിയേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് ഏത്? തിയറി ഓഫ് റിലേറ്റിവിറ്റി. അപ്പോൾ അത് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്? ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്? NNP എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്നവയിൽ NNPയുടെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ഏതാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ എ നോക്കാം. ഓപ്ഷൻ എ NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. ഓപ്ഷൻ ബി NNP ഈസ് ഈക്വൽ ടു GDP പ്ലസ് ഇൻകം ഫ്രം അബ്രോഡ്. ഓപ്ഷൻ സി NNP ഈസ് ഈക്വൽ ടു GDP മൈനസ് ഇൻകം ഫ്രം അബ്രോഡ് ആൻഡ് ഓപ്ഷൻ ഡി NNP ഈസ് ഈക്വൽ ടു GNP പ്ലസ് ഡിപ്രിസിയേഷൻ. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും നെറ്റ് നാഷണൽ പ്രൊഡക്റ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല? കറക്റ്റ് ആയിട്ട് പറയുന്നത് ഓപ്ഷൻ എ NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ. അതാണ് എന്ത്? NNP. അപ്പോൾ NNP ഈസ് ഈക്വൽ ടു GNP മൈനസ് ഡിപ്രിസിയേഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത്, ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി മുംബൈ ആൻഡ് ഓപ്ഷൻ ഡി താരാപൂർ. അപ്പോൾ ഇതിൽ എവിടെയായിരിക്കും ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി മുംബൈ ആണ്. മുംബൈയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് സ്റ്റോർഡ് റിസൾട്ട്സ് ഔട്ട് ഓഫ് ഫിസിക്കൽ മെമ്മറി ഓഫ് കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഡാഷ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ മെമ്മറിയിൽ നിന്ന് സ്റ്റോർഡ് റിസൾട്ട്സ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പ്രോസസ്സിംഗ്, ഓപ്ഷൻ ബി ഇൻപുട്ട് പ്രോസസ്, ഓപ്ഷൻ സി ഓപ്ഷൻ സി പ്രോഗ്രാമിംഗ് ആൻഡ് ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് പ്രോസസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഔട്ട്പുട്ട് പ്രോസസ് ആണ്. ഔട്ട്പുട്ട് പ്രോസസ് ഇസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ഓഫ് സ്റ്റോർഡ് റിസൾട്ട്സ് ഔട്ട് ഓഫ് physical memory of computers. Okay. Next question. Who fought the Battle of Plassey against the East India Company? East India Company ക്കെതിരെ Battle of Plassey ഫോട്ട് ചെയ്തത് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് പ്ലാസി ആരൊക്കെ തമ്മിലായിരുന്നു? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും
അതുപോലെ വേറെ ആരും കൂടെയായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ അലിവർദി ഖാൻ, ഓപ്ഷൻ ബി ടിപ്പു സുൽത്താൻ, ഓപ്ഷൻ സി മിർ ജാഫർ ആൻഡ് ഓപ്ഷൻ ഡി സിറാജുദ്ദൗള. ആരൊക്കെ തമ്മിലായിരിക്കും ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടാവുക? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്ന് റോബർട്ട് ക്ലൈവും, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ആൻഡ് വേറെ ആരായിരുന്നു? ഓപ്ഷൻ ഡി സിറാജുദ്ദൗള. അപ്പോൾ സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവും കൂടെയായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത്? ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ ഈസ് നോൺ ആസ് ഡാഷ്. സണ്ണിൻ്റെ ഗ്ലോയിങ് സർഫസിന് പറയുന്ന പേര് എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സണ്ണിൻ്റെ ഗ്ലോയിങ് സർഫേസിന് പറയുന്ന പേര് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഫോട്ടോസ്ഫിയർ, ഓപ്ഷൻ ബി അറ്റ്മോസ്ഫിയർ, ഓപ്ഷൻ സി ലിത്തോസ്ഫിയർ ആൻഡ് ഓപ്ഷൻ ഡി ക്രോമോസ്ഫിയർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫോട്ടോസ്ഫിയർ ആണ്. ഫോട്ടോസ്ഫിയർ ആണ് എന്ത്? ഗ്ലോയിങ് സർഫസ് ഓഫ് ദ സൺ. അടുത്തത്, ദ ട്രൈ കളർ വിച്ച് വാസ് ഹോസ്റ്റഡ് ഇൻ Stuttgart by Madam Kama was smuggled into British India by dash. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ കിഷൻ സിംഗ്, ഓപ്ഷൻ ബി വീർ സവർക്കർ, ഓപ്ഷൻ സി പിക്കാജി കാമ ആൻഡ് ഓപ്ഷൻ ഡി ഇന്ദുലാൽ യാഗ്നിക്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഇന്ദുലാൽ യാഗ്നിക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് നാഷൻ ഹാസ് ഹോസ്റ്റഡ് ദ കോമൺവെൽത്ത് ഗെയിംസ് 5 times? ഏത് നേഷനാണ് കോമൺവെൽത്ത് ഗെയിംസ് 5 തവണ ഹോസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന രാജ്യങ്ങളിൽ ഏത് രാജ്യത്ത് വെച്ചാണ് കോമൺവെൽത്ത് ഗെയിംസ് 5 തവണ നടന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്, ഓപ്ഷൻ സി കാനഡ ആൻഡ് ഓപ്ഷൻ ഡി ന്യൂസിലാൻഡ്. ഈ തന്നിരിക്കുന്നവയിൽ എവിടെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഓസ്ട്രേലിയ ആണ്. അപ്പോൾ ഓസ്ട്രേലിയ ആണ് കോമൺവെൽത്ത് ഗെയിംസ് 5 തവണ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് which of the question is not a part of auxiliary memories computer system? ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓക്സിലറി മെമ്മറീസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പെടാത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഫ്ലോപ്പി, ഓപ്ഷൻ ബി PROM, ഓപ്ഷൻ സി മാഗ്നറ്റിക് ടേപ്സ് ആൻഡ് ഓപ്ഷൻ ഡി CD ROM. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി PROM ആണ്. PROM ആണ് എന്തിൽ പെടാത്തത്? ഓക്സിലറി മെമ്മറീസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പെടാത്തത്. അടുത്തത്, ദ ഫസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഈസ് ഡാഷ്. നമ്മുടെ ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൻ്റെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ആര്യഭട്ട, ഓപ്ഷൻ ബി മോം, ഓപ്ഷൻ സി രോഹിണി ആൻഡ് ഓപ്ഷൻ ഡി ആപ്പിൾ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക? കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആപ്പിൾ ആണ്. ആപ്പിൾ ആണ് എന്ത്? ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി? ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി? മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതാണ് എന്ത്? സ്കേലാർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്ടർ ആണെങ്കിലോ മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും ഡയറക്ഷനും ഉണ്ടാവും. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതിനാണ് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളതെന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ മൊമെൻറ്റം, ഓപ്ഷൻ ബി ഫോഴ്സ്, ഓപ്ഷൻ സി മാസ് ആൻഡ് ഓപ്ഷൻ ഡി വെലോസിറ്റി. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് വരിക? സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മാസ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ സി മാസ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 49th പാരലൽ ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ ഡാഷ്. 49th പാരലൽ എന്ന് പറയുന്നത് ഏതിൻ്റെയൊക്കെ ബൗണ്ടറി ആയിട്ട് വരും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഫ്രാൻസ് ആൻഡ് ജർമ്മനി, ഓപ്ഷൻ സി നോർത്ത് കൊറിയ ആൻഡ് സൗത്ത് കൊറിയ, ഓപ്ഷൻ ഡി USA ആൻഡ് കാനഡ. അപ്പോൾ 49th പാരലൽ ഏത് 2 രാജ്യത്തിൻ്റെ ബൗണ്ടറി ആയിരിക്കും? ഓപ്ഷൻ ഡി USA ആൻഡ് കാനഡ. USAയുടെയും കാനഡയുടെയും ബൗണ്ടറിയാണ് നമ്മൾ എന്ത് പറയുന്നത്? 49th പാരലൽ എന്ന് പറയുന്നത്. അടുത്തത്, വിച്ച് കളർ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ റവല്യൂഷൻ ഇൻ ഫെർട്ടിലൈസർ? ഫെർട്ടിലൈസറിൻ്റെ റവല്യൂഷനെ നമ്മൾ ഏത് കളർ കൊടുത്താണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഗ്രേ, ഓപ്ഷൻ ബി ഗോൾഡൻ, ഓപ്ഷൻ സി ബ്ലാക്ക് ആൻഡ് ഓപ്ഷൻ ഡി പിങ്ക്. അപ്പോൾ ഏത് കൊടുത്തായിരിക്കും സൂചിപ്പിക്കുന്നുണ്ടാവുക? സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ഗ്രേ റവല്യൂഷൻ, അല്ലെങ്കിൽ ഗ്രേ ആണ് നമ്മൾ എന്ത് അസോസിയേറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഴ്സിൻ്റെ റവല്യൂഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്.
അടുത്തത് ദ സാഹിത്യ അക്കാഡമി ഈസ് ഹെഡ് ക്വാർട്ടേർഡ് അറ്റ് ഡാഷ്. സാഹിത്യ അക്കാഡമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ മുംബൈ, ഓപ്ഷൻ ബി ബാംഗ്ലൂർ, ഓപ്ഷൻ സി ഹൈദരാബാദ് ആൻഡ് ഓപ്ഷൻ ഡി ന്യൂഡൽഹി. അപ്പോൾ സാഹിത്യ അക്കാഡമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയായിരിക്കും? ഓപ്ഷൻ ഡി ന്യൂഡൽഹിയിലായിരിക്കും. അടുത്തത് ദ ഇന്ദ്രധനുഷ് ഫ്രെയിംവർക്ക് ആൻഡ് ഇന്ത്യൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഈസ് ഫോർ ഡാഷ്. ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എന്തിനു വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആയിരുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ റിസോഴ്സ് മൊബിലൈസേഷൻ, ഓപ്ഷൻ ബി കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, ഓപ്ഷൻ സി റീവാമ്പിംഗ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആൻഡ് ഡി റീവാമ്പിംഗ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓപ്ഷൻ സി റീവാമ്പിംഗ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സിൻ്റെ റീവാമ്പിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു എന്ത്? ഇന്ദ്രധനുഷ് എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്. അടുത്തത് ലൈക്കൺ ഈസ് ആൻ ഓർഗാനിസം വിച്ച് മോണിറ്റേഴ്സ് ഡാഷ്. അതായത് ലൈക്കൺ എന്ന് പറയുന്ന ഓർഗാനിസം നമുക്ക് എന്ത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ ലൈക്കൺ എന്ന് പറയുന്ന ഓർഗാനിസം എന്ത് മോണിറ്റർ ചെയ്യും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ വാട്ടർ പൊല്യൂഷൻ, ഓപ്ഷൻ ബി എയർ പൊല്യൂഷൻ, ഓപ്ഷൻ സി ഗ്യാസ് പൊല്യൂഷൻ ആൻഡ് ഓപ്ഷൻ ഡി സോയിൽ പൊല്യൂഷൻ. നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി എയർ പൊല്യൂഷൻ ആണ്. ലൈക്കൺ മോണിറ്റർ ചെയ്യുന്നത് എന്താണ്? എയർ പൊല്യൂഷൻ ആണ്. അടുത്തത് by which of the following amendments of the constitution fundamental duties of the citizens were added to the constitution of India. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ എന്തുണ്ടായിരുന്നില്ല? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് ചേർക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ ഏത് അമെൻമെൻറ്റ് വഴിയാണ് അത് ചേർത്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഏത് അമെൻമെൻറ്റ് വഴിയാണ് അത് ചേർത്തത്? 42nd അമെൻമെൻറ്റ് വഴിയായിരുന്നു എന്ത് ചേർത്തത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ചേർത്തത്. അത് എപ്പോഴായിരുന്നു? 1976 1976 എന്ത്? 42nd അമെൻമെൻറ്റ്. അതുവഴിയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്തത്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തത്. ഈ 42nd അമെൻമെൻറ്റിന് നമ്മൾ വേറൊരു പേര് പറയും. അതിൻ്റെ പേരാണെന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ പേരാണെന്ത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The disease related with apple is known as dash. ആപ്പിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡിസീസ് ഈ തന്നിരിക്കുന്നവയിൽ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗ്രീൻ ഇയർ ഡിസീസ്, ഓപ്ഷൻ ബി റെഡ് റസ്റ്റ് ഡിസീസ്, ഓപ്ഷൻ സി ഫയർ ബ്ലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ടിക്ക ഡിസീസ്. അപ്പോൾ ഇതിലേതായിരിക്കും? ഓപ്ഷൻ സി ഫയർ ബ്ലൈറ്റ് ആണ് എന്തുമായി റിലേറ്റഡ് ആയിട്ട് വരുന്നത്? ആപ്പിളുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിസീസ്. അടുത്തത് വാട്ട് ഡസ് NIU സ്റ്റാൻഡ് ഫോർ ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ NIU എന്ന് പറയുന്നത് എന്തുമായിട്ട്, അല്ലെങ്കിൽ NIUൻ്റെ ഫുൾ ഫോം എന്താണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് യൂണിറ്റ്, ഓപ്ഷൻ ബി നെറ്റ്വർക്ക് ഇൻറ്റേർണൽ യൂണിറ്റ്, ഓപ്ഷൻ സി നാഷണൽ ഇൻഫർമേഷൻ യൂസേജ് ആൻഡ് ഓപ്ഷൻ ഡി നോമിനൽ ഇൻറ്റേർണൽ യൂണിറ്റ്. അപ്പോൾ എന്തായിരിക്കും NIU എന്ന് പറയുന്നത്? NIU എന്ന് പറയുന്നത് ഓപ്ഷൻ എ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് യൂണിറ്റ് ആണ്. അടുത്തത് ഹു റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക് സയൻസസ് ഇൻ 2020. 2020 എക്കണോമിക് സയൻസിന് നോബൽ പ്രൈസ് കിട്ടിയത് ഈ തന്നിരിക്കുന്നവയിൽ ആർക്കാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഡെന്നിസ് മുഖർജി, ഓപ്ഷൻ ബി ജോർജ് സ്മിത്ത്, ഓപ്ഷൻ സി ജെയിംസ് ബി അലിസൺ ആൻഡ് ഓപ്ഷൻ ഡി റോബർട്ട് ബി വിൽസൺ. അപ്പോൾ ഈ തന്നിരിക്കുന്നവയിൽ ആർക്കായിരിക്കും നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ടാവുക? എക്കണോമിക് സയൻസിൽ നോബൽ പ്രൈസ് 2020 ലഭിച്ചത് ഓപ്ഷൻ ഡി റോബർട്ട് ബി വിൽസൺ ആണ്. അടുത്തത് ഇന്ത്യാസ് ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ വാസ് കമ്മീഷൻഡ് ഇൻ ഡാഷ്. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ എപ്പോഴാണ് കമ്മീഷൻ ചെയ്തത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് അവർ ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ 1967, ഓപ്ഷൻ ബി 1969, ഓപ്ഷൻ സി 1968 ആൻഡ് ഓപ്ഷൻ ഡി 1966. നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 1969. അപ്പോൾ 1969 എന്ത് സംഭവിച്ചത്? ഇന്ത്യയുടെ ഫസ്റ്റ് അറ്റോമിക് പവർ സ്റ്റേഷൻ കമ്മീഷൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്